തൃശ്ശൂർക്കാർ എന്നെ ഇന്ന് ഡൽഹിയിലേക്ക് പറഞ്ഞയക്കുകയാണ്. അപ്പോൾ എല്ലാവരും മനസ്സിൽ ചോദിക്കുന്ന ഒരു ചോദ്യം, വോട്ടർമാരുടെ മനസ്സിൽ പ്രത്യേകം ചോദിക്കുന്നത് കേന്ദ്രമന്ത്രിയാകുമോ സുരേഷ് ഗോപി എന്നുള്ളതാണ്. ഞാൻ ഇതിനുള്ള ഒരു വിശദീകരണം ഇലക്ഷന് മുമ്പ്, പോളിംഗിന് മുമ്പ് തന്നെ കൊടുത്തു തുടങ്ങി. പോളിംഗിന്റെ പിറ്റേന്നും പറഞ്ഞു, അത് കഴിഞ്ഞ് എന്റെ വീട്ടിൽ വിജയാഹ്ലാദം പങ്കുവെച്ചുകൊണ്ടും ഞാൻ പറഞ്ഞു, ഇന്നലെയും പറഞ്ഞു, 2 ലൈവിലും പറഞ്ഞു, പിന്നെ എല്ലാ ബൈറ്റുകളിലും ഞാൻ പറഞ്ഞു. അപ്പൊ ആ വിശദീകരണം എന്ന് പറയുന്നത് ആത്മാർത്ഥമായിട്ട് ഞാൻ പറയുന്നതാണ്. ആ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യുന്ന ഒരു നടപടിയും എൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവില്ല. പക്ഷേ എൻ്റെ പാർട്ടിയുടെ ഉത്തരവാദിത്വം, എൻ്റെ പാർട്ടിയുടെ അവരുടെ നിശ്ചയം, അതിനെ ഞാൻ നിഷേധിക്കില്ല. പക്ഷെ ഞാൻ എൻ്റെ സ്റ്റാൻഡ് ഞാൻ അവിടെ വ്യക്തമാക്കും. എൻ്റെ 2 നേതാക്കളും അത് തീർച്ചയായിട്ടും ഉൾക്കൊള്ളും എന്ന് പറയുന്ന ആത്മവിശ്വാസത്തിൽ ഞാൻ ഡൽഹിയിലേക്ക്. കേന്ദ്ര ക്യാബിനറ്റ് പദവിയാണ് ഇപ്പോൾ അങ്ങേക്ക് പറയുന്നത്, പറഞ്ഞു കേൾക്കുന്നത്. എന്നെ പറഞ്ഞ് പേടിപ്പിക്കാതെ. എനിക്ക് സിനിമ എന്ന് പറയുന്നത് പാഷനാണെന്ന് ഞാൻ എൻ്റെ പ്രിയ കലാസ്നേഹികളോട്, എന്നെ ഒരുപക്ഷെ ഇഷ്ടപ്പെട്ടതിന് ഒരു വേദി ആയി വന്നത് സിനിമയാണ്. ഞാൻ എൻ്റെ അച്ഛനെയും അമ്മയും പുറന്തള്ളുന്നത് പോലെ ആവരുത് എന്ന് പറയുന്ന ഒരു വളരെ പാഷനറ്റായിട്ടുള്ള ഒരാഗ്രഹം. അതിനുവേണ്ടി ഞാൻ നിലകൊള്ളും. പക്ഷേ ഏറ്റെടുത്ത ഉത്തരവാദിത്വത്തിന് ഇത് അനിവാര്യതയാണ്. എൻ്റെ നേതാക്കൾ എന്നോട് പറയുന്നത് ഞാൻ അനുസരിക്കും. പക്ഷെ ഞാൻ എൻ്റെ ഒരു എന്താണ് എൻ്റെ ഇംഗിതം എന്ന് ഞാൻ അവിടെ അടിയുറച്ചു നിന്ന് അവരുടെ മുമ്പിൽ അവതരിപ്പിക്കും. സ്ത്രീകളുടെയും യുവാക്കളുടെയും ഒരു വോട്ടാണ് കൂടുതൽ സുരേഷ് ഗോപിയിലേക്ക്. അവർക്ക് വേണ്ടിയുള്ള എന്തെങ്കിലും പദ്ധതികൾ സ്വാഭാവികമായി ആദ്യത്തത്, ഞാൻ എൻ്റെ ഒരു സ്ഥാനാർത്ഥി മുന്നോട്ട് കൊണ്ടുവന്ന ഒരു നീക്കമുണ്ട്, പരക്കെ ഇവിടെ വിമർശിക്കപ്പെടുന്ന ഒരു നീക്കം. എങ്ങനെ വീട്ടിലെ സ്ത്രീകൾ ഒരുപക്ഷെ അവരുടെ കയ്യിലുള്ള അവസാനത്തെ ഇറ്റ് സ്വർണം കൊണ്ട് ചെന്ന് വെച്ച് അവരുടെ ജീവിതം തന്നെ അടിമപ്പെടുത്തുന്ന തരത്തിലേക്ക് മാറ്റിയ ഒരു എഴുത്തിൻ്റെ കാര്യം എന്നോട് ആദ്യം മുതലേ ആൾക്കാർ പറയുന്നുണ്ട്. അത് പക്ഷേ എൻ്റെ വിമർശനത്തിൽ പോലും, അല്ലെങ്കിൽ രാഷ്ട്രീയ വേദികളിൽ, എൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ വേദികളിൽ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടേ ഇല്ല. കാരണം അതിൻ്റെ പേരിലൊരു വോട്ട് എനിക്ക് വേണ്ട. പക്ഷേ ഇത്രയും വോട്ട് കിട്ടി നിൽക്കുമ്പോൾ ഇവിടുത്തെ നാരീശക്തിക്ക് എനിക്ക് തിരിച്ചു നൽകാൻ പറ്റുന്നത് നബാർഡുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിയെ കൊണ്ട് സംസാരിപ്പിച്ച് ആ തീരുമാന മാറ്റം പുനഃക്രമീകരിച്ച് പഴയ തീരുമാനത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി, അതായിരിക്കും ഇവിടുത്തെ കേരളത്തിലെ മുഴുവൻ സ്ത്രീ ജനങ്ങൾക്കുള്ള, വീട് നടത്തുന്ന അനിയത്തിമാരാണെങ്കിൽ പോലും, അവരമ്മമാരാണെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള സമർപ്പണം. കൊച്ചി മെട്രോ തൃശ്ശൂരിലേക്ക് നീട്ടുന്ന കാര്യം, അതിന്റെ ഒരു പ്രയോറിറ്റി നീട്ടാൻ വേണ്ടിയുള്ള ശ്രമം നടത്തും. അതിപ്പോഴും ഉറച്ചു നിൽക്കുന്നു. അതിന്റെ ടെക്നിക്കാലിറ്റി അറിയണം. ബെഹ്റാജിയായിട്ട് കഴിഞ്ഞ ഒരു 6-7 വർഷമായിട്ട് സംസാരിക്കുന്ന കാര്യമാണ്. ബെഹ്റാജിക്ക് മുമ്പിരുന്ന് ഹനീഷ് സാറിനോടും സംസാരിച്ച കാര്യമാണ്. അദ്ദേഹം അതുകൊണ്ടാണ് എന്നെ ഒന്ന് അംബാസഡർ ആക്കാൻ നോക്കിയത്. അപ്പോൾ ഇവിടുത്തെ ചില ആൾക്കാർക്ക് ഉടനെ അത് ചാണകമായി മാറും എന്ന് പറഞ്ഞു. ഇനിയിപ്പോ പാർലമെന്റിൽ അവർ ഈ ചാണകത്തെ സഹിക്കട്ടെ. തൃശ്ശൂർ പൂരം എല്ലാ കാലത്തും വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട്. ഇത്തവണ അവസാനം ഇടപെട്ട വിഷയിക്കേണ്ടതിനകത്ത് തൃശ്ശൂർ പൂരം നടത്തുന്നതിന് പുതിയ നരേറ്റീവ് ഉണ്ടാവും, പുതിയ സ്ക്രിപ്റ്റ് ഉണ്ടാവും. അത് ഞാൻ അന്ന് പറഞ്ഞതാണ്. എനിക്ക് ഈ കമ്മീഷണറെയും കളക്ടറെയും നിങ്ങൾ ഒരു കാരണവശാലും മാറ്റാൻ അനുവദിക്കരുത്. അവരെ നിർത്തി അന്ന് തറച്ച് ജനങ്ങളുടെ ആസ്വാദന അവകാശത്തിലും അവരുടെ ആരാധന അവകാശത്തിലും അവരുടെ പൂരം എന്ന് പറയുന്ന ഒരു കമ്പോണന്റിൽ അന്ന് വീണ മാലിന്യം ശുദ്ധീകരിക്കും, സുഗന്ധപൂരിതമാക്കും. അത് നടത്തുന്നതിനുള്ള പുതിയ സ്ക്രിപ്റ്റ് തന്നെ ഉണ്ടാക്കും. അത് ഇന്നലെ ഞാൻ കളക്ടറോട് പറഞ്ഞു കഴിഞ്ഞു. ഇതൊക്കെ ഞാൻ പുറത്തു നിന്നൊരു MP ആയിട്ട് ചെയ്യുമ്പം പല വകുപ്പുകളിലുള്ള കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ എന്നെ ഒരു മുറിയിൽ കൊണ്ട് ഒതുക്കി ഇരുത്തരുത് എന്ന് മാത്രമാണ് എനിക്ക് പറയുന്നത്. സൗത്തിൽ നിന്ന്, അതായത് കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുള്ള ഏക BJP MP ആണ്. തമിഴ്നാട് നിങ്ങൾ എന്തോ ഒരു ദൈവീകതയുടെ പുറത്ത് മാത്രം എൻ്റെ ചിന്തയിലും നാവിലും വന്ന വചനങ്ങളായിരിക്കാം അത്. എൻ്റെ ചിന്തയിൽ അതിന് മുമ്പ് ഉണ്ടായിരുന്നില്ല അത്. പക്ഷെ ഞാൻ സംസാരിച്ച ഇടങ്ങളിൽ എനിക്ക് തോന്നുന്നു 99% എൻ്റെ വർത്തമാനത്തിലും പ്രസംഗങ്ങളിലും ഞാൻ പറഞ്ഞത്, ഞാൻ തൃശ്ശൂർക്കാർ തിരഞ്ഞെടുക്കുന്ന MP ആയാൽ ഞാൻ തൃശ്ശൂർ ഒതുങ്ങി നിൽക്കില്ല. കേരളത്തിന് വേണ്ടിയും കേരളത്തിൻ്റെ പെരിഫറിയിലുള്ള തമിഴ്നാടിനും കർണാടകത്തിൻ്റെ അതിന് ആവശ്യമില്ല. കാരണം അവിടെ എന്നേക്കാൾ മികച്ച ആൺകുട്ടികൾ അവിടെ ഉണ്ട്, അവർ നോക്കിക്കോളും. അപ്പൊ തമിഴ്നാടിന്റെ കാര്യം കൂടി നോക്കുന്ന ഒരു MP ആയിരിക്കും ആ ഖ്യാതി
തൃശ്ശൂർ എന്നെ തെരഞ്ഞെടുക്കുന്ന എല്ലാ സുമനസ്സുകളിലും സുഹൃദയങ്ങൾക്കുമുള്ളതാണെന്ന് ഞാൻ അന്നേ പറയുന്നുണ്ട്. അത് ഞാൻ ആവർത്തിക്കുന്നു. അങ്ങനെ സൗത്തിൽ നിന്നുള്ളൊരു പ്രാതിനിധ്യം ആവുമ്പോൾ കേന്ദ്ര സർക്കാരിന് ഒരു ഇത് താല്പര്യം ഉണ്ടാവില്ല സൗത്തിൽ നിങ്ങൾ അങ്ങനെ ഒരു ചട്ടക്കൂടെന്ന് പറയുന്നത് ഇരുമ്പൊലൊക്കെയൊന്നുമല്ല. അതിനൊക്കെ പുതിയ റെവല്യൂഷണറി വർക്കിംഗ് പ്ലാറ്റ്ഫോംസ് വരാം. ഞാൻ എന്താ പറഞ്ഞ, എനിക്കൊരു 10 വകുപ്പുകളെങ്കിലും നിയന്ത്രിക്കുന്ന മന്ത്രിമാരുടെ ക്യാബിനറ്റും MOSും അടക്കമുള്ളവർ ഞാൻ വളരെ റാഷണലായിട്ട്, സെൻസിബിളായിട്ട്, റീസണബിളായിട്ട് അവതരിപ്പിക്കുന്ന പദ്ധതികൾ അത് കേരളത്തിലെ ജനങ്ങളുടെ ഉന്നമനത്തിനായിരിക്കും, കേരളത്തിലെ രാഷ്ട്രീയത്തിന്റെ ഉന്നമനത്തിനായിരിക്കില്ല, ആരെയും നശിപ്പിക്കാനുമായിരിക്കത്തില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു ഷാഠ്യ ബുദ്ധിയോടെ ഞാൻ വന്നാൽ അത് വാശിയോടെ അവർ നടപ്പിലാക്കി തന്നാൽ മാത്രം മതി. സ്വപ്നതുല്യമായ എന്തെങ്കിലും ഒരു പദ്ധതി തൃശ്ശൂരിൽ വളരെ പ്രയോറിറ്റി, ബൈപ്പാസ്, അല്ല, അതെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണല്ലോ. അതിലേതുമാവാം. ഇപ്പൊ ഒരു ക്രോസ് ബൈപ്പാസ് എന്ന് പറഞ്ഞിട്ടൊരു കോൺസെപ്റ്റ് അന്ന് മേയർ പറഞ്ഞത് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് ഞാനത് മണ്ണുത്തിയിൽ നിന്ന് ഒരുപക്ഷെ ചങ്ങരംകുളം അതിനപ്പുറത്തെ പൊന്നാനി റോഡിലേക്ക് കൂടി കണക്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ക്രോസ് കട്ട്, അതായത് ആവശ്യമില്ലാതെ തൃശ്ശൂർ വന്ന് തിരക്കും വായുമലിനീകരണവും ഇവിടുത്തെ ജീവിതത്തിന് ദുസ്സഹത പകർന്നു നൽകുന്ന ഒരു ട്രാഫിക്കിനെ ഒഴിവാക്കാനുള്ള ഒരു ക്രോസ് കട്ട് റോഡ്, ഓവർഹെഡ് റോഡ്. അത് ഈ പുഴയ്ക്കൽ പാടത്തിന്റെ ശോഭാ സിറ്റിയുടെയൊക്കെ പിന്നിലൂടെയുള്ള ഒരു സംവിധാനം. അത് മനസ്സിലുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ഞാൻ പലയിടത്തും പറഞ്ഞതിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ തൃശ്ശൂരിലെയും അതുപോലെ തന്നെ ചൂണ്ടൽ ഭാഗത്തുള്ളയും ഒക്കെ ഇതിനൊക്കെ ഇടയ്ക്കുള്ള കച്ചവടക്കാർ മുഴുവൻ അത് അവരുടെയൊക്കെ ഒരു ഉപജീവനത്തിന് ഒരു നേരിയ തോതിലെങ്കിലും, നല്ല തോതിൽ നിന്നാണ് അവർ പറഞ്ഞത്, പക്ഷെ നേരിയ തോതിലെങ്കിലും അവരുടെ ക്രയ വിക്രയ സ്ഥാപന സാധ്യതകൾക്ക് മങ്ങലേൽപ്പിക്കും. അത് നമ്മളൊരു സോഷ്യൽ ഓഡിറ്റ് നടത്തി എല്ലാവരുടെയും സമ്മതം വാങ്ങിക്കൊണ്ട് അത് അത്യാവശ്യമാണിത് നമുക്ക് ഒഴിവാക്കാം. ഒരു എന്താണ് ഒരു 2 ലൈൻ ഓവർഹെഡ് എങ്കിലും ഇട്ടുകൊടുത്താൽ ഈ ലോറികളെങ്കിലും ഇവിടെ വരാതെ പോകണം. ഇവിടെ വരേണ്ടവർ ഈ റോഡുകൾ ഉപയോഗിച്ചാൽ അങ്ങനെ വരുമ്പോൾ നമുക്ക് അമല ഹോസ്പിറ്റൽ പ്രദേശത്തിനും ശോഭ കോംപ്ലക്സിനും അതുപോലെ തന്നെ സിറ്റിയിലും ഒക്കെ നമുക്കൊരു ഈസ് ഓഫ് ട്രാഫിക് കൊടുത്തു കഴിഞ്ഞാൽ അത് വലിയ തോതിലുള്ള ഈസ് ഓഫ് ലൈഫിലേക്ക് വരും. അതും ഇന്ന് എത്ര മണിക്കാണ് പോകുന്നത്? നമ്പർ 1, 2 ഒക്കെ എപ്പോഴാണ്? എനിക്കറിയത്തില്ല, അത് അവരാ നിശ്ചയിക്കുന്നത്. ഞാൻ എൻ്റെ അടുത്തുനിന്ന് വൈകുന്നേരം 6 മണിക്ക് മുമ്പ് അവിടെ ഡൽഹിയിൽ ഉണ്ടാവണമെന്ന് പറഞ്ഞു. ഞാൻ 6:55 അവിടെ എത്തും. ഞാൻ ജനങ്ങൾക്ക് മധുരം അവരുടെ ഹൃദയത്തിലേക്കാണ് പകർന്നു കൊടുക്കുന്നത്. ഇങ്ങനത്തെ ചീപ്പ് ഡേറ്റയുമായിട്ട് ആരും വരരുത്. അത് ഞാൻ ഇന്നലെ പറഞ്ഞു കഴിഞ്ഞു. കോൺഗ്രസിലെ മനുഷ്യർ എനിക്ക് വോട്ട് ചെയ്തു, CPM-ലെയും CPI-ലെയും, എന്തിന് SDPI-ലെ മനുഷ്യർ എനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ടാവും. 0 വോട്ടായിരുന്നിടത്ത് എനിക്ക് 6 വോട്ട് കിട്ടി. ആ 6 കുടുംബങ്ങളെയും ഞാൻ സംരക്ഷിക്കും. അവർക്ക് ഭീഷണിയുണ്ട്. അപ്പൊ അവരുടെയും വോട്ടല്ലേ. അപ്പോ എനിക്ക് മണ്ണാണ് പ്രധാനം, സംസ്ഥാനമാണ് പ്രധാനം, അവരുടെ കാൽച്ചുവട്ടിലെ മണ്ണാണ് പ്രധാനം. ഈ രാജ്യത്തിൽ അവർക്ക് തുല്യ അവകാശം ഉണ്ട് എന്ന് ആദ്യമായി സ്ഥാപിക്കാൻ വേണ്ടി വോട്ട് ചെയ്ത ആൾക്കാരാണ് എൻ്റെ വിജയം. അങ്ങനെ നിങ്ങൾ മതിൽ കെട്ടി തിരിച്ചോളൂ. ഞാൻ ഇലക്ഷന് പോകുമ്പോൾ എന്താ പറഞ്ഞ, എൻ്റെ സഹസ്ഥാനാർത്ഥികളുടെ പേര് പോലും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ അവരെ കാണുന്നില്ല. ഞാൻ എൻ്റെ മുമ്പിലുള്ള ജനങ്ങളെ കാണുന്നുള്ളൂ. എന്നെ ജയിപ്പിച്ചിരിക്കുന്നത് യഥാർത്ഥ ഫേക്ക് അല്ലാത്ത സെക്യുലറിസ്റ്റ് ആണ് എന്നെ ഇവിടെ ഈ ഭൂരിപക്ഷം തന്ന് വിജയിപ്പിച്ചിരിക്കുന്നത്.